ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അറേബ്യൻ സ്വീറ്റായ ഡംപ്ലിങ്സ് അല്ലാന്നുണ്ടെങ്കിൽ ലുക്കേമാത്ത് റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്വീറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു സിറപ്പ് റെഡിയാക്കാനുണ്ട്. ഇതിന്റെ മെയിൻ ആണ് ഈ സിറപ്പ്. അതിനുവേണ്ടി 250 ഗ്രാം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് കുരുകളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സിന്റെ മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതുപോലെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിം ആക്കി വെച്ചിട്ടുണ്ട്. ഡേറ്റ്സ് നന്നായി വെന്ത് വരേണ്ടതുണ്ട്. ആ ടൈം നമുക്ക് ലുക്കേമാത്തിനുള്ള മാവ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ എടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദക്ക് 1 കപ്പ് പാൽപ്പൊടി എന്ന കണക്കിനാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ 1 കപ്പ് മൈദയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് പാൽപ്പൊടി, അങ്ങനെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.25 സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈ ഈസ്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിലിട്ടൊന്ന് ആക്റ്റീവ് ആവാൻ വെക്കണം. ഞാനിപ്പോൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് എടുത്തതുകൊണ്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് മാവൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു രൂപത്തിലാണ് മാവ് റെഡിയാക്കേണ്ടത് കേട്ടോ. അധികം വെള്ളമാവാനോ നല്ല കട്ടിയാവാനോ പാടില്ല. നമ്മളിങ്ങനെ കൈകൊണ്ടെടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ബാറ്റർ ഒരു ബോൾ ഷേപ്പിൽ കിട്ടുന്നതാണ് കേട്ടോ ഇതിന്റെ കറക്റ്റ് പാകം. ഇനി ഇതൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. തണുപ്പുള്ള സ്ഥലമാണെങ്കിലും 3 മണിക്കൂറെങ്കിലും വെക്കണം. എന്നാലും ഇത് നന്നായി പൊങ്ങി വരത്തുള്ളൂ. ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. ഈ ടൈം ഈത്തപ്പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി അടിച്ചെടുക്കാം. ശേഷം ഇത് നല്ലൊരു കോട്ടന്റെ ക്ലോത്തിലിട്ട് അരിച്ചെടുക്കാം. ഇതിൻ്റെ ആ ജ്യൂസ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് ഈത്തപ്പഴത്തിൽ നിന്ന് എനിക്ക് ഇത്രയും ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഗ്യാസ് സ്റ്റവിൽ വെച്ച് നന്നായി കുറുക്കിയെടുക്കാം. ഈ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് ഈ ഡേറ്റ്സിന്റെ സിറപ്പ് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. 250 ഗ്രാം ഡേറ്റ്സിന് എനിക്ക് ഇത്രയും സിറപ്പാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഡേറ്റ്സ് കുറച്ചുകൂടി കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഡേറ്റ് സിറപ്പ് കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും നല്ല റേറ്റ് ഉണ്ടാവും. അതിനേക്കാളും നല്ലത് നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരക്ക് പകരം ഡേറ്റ് സിറപ്പ് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. ഈ ടൈം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഒരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായ ശേഷം മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇങ്ങനെ കൈകൊണ്ട് ചെറിയ ബോളാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മാവിന്റെ സൈസ് കൂടാൻ പാടില്ല കേട്ടോ. നമ്മളിത് ഓയിലിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിന്റെ സൈസ് ഡബിളായി വരും. അതുകൊണ്ട് തന്നെ മാവ് കുറച്ചെടുത്ത് ചെയ്താൽ മതി. ഒരുപാട് മാവ് ഇട്ട് കൊടുത്താൽ ഉള്ളു വെന്ത് കിട്ടത്തില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇത് ഓയിൽ ഇട്ട് കൊടുത്ത ശേഷം ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. എന്നാലേ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടത്തുള്ളൂ. ബോൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചിടാൻ പറ്റില്ല. ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതാ ഈ ഒരു കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ ഇതിന് മുകളിലേക്ക് ഡേറ്റ്സിൻ്റെ സിറപ്പ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ് സിറപ്പിന് പകരം ചോക്ലേറ്റ് സിറപ്പോ ഹണിയോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷെ എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഡേറ്റ് സിറപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള ലൊക്കിമാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.